بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. بيان أن وجوب التوبة عام في الأشخاص. തൗബയുടെ വുജൂബിയത്ത് അത് മുഴുവൻ വ്യക്തികളിലും ആമാണ്, പൊതുവാണ്. ഒരാളും അതിൽ നിന്ന് ഒഴിവാവുകയില്ല. ഫിൽ അഷ്ഖാസി വൽ അഹ്വാലി, അവസ്ഥകളിൽ, എല്ലാ അവസ്ഥകളിലും ഒരവസ്ഥയും ഒഴിവാവുകയില്ല. ഫലാ യൻഫക്കു അൻഹു അഹദുൻ. അപ്പോൾ ആ തൗബയുടെ വുജൂബിയത്തിനെ തൊട്ട് തനിക്കുകയില്ല, ഊരിപ്പോവുകയില്ല. അഹദുൻ, ആരും തന്നെ. അൽബത്തത്ത, ഒട്ടും തന്നെ. തോബ എല്ലാവർക്കും വേണ്ടതാണ്. തോബയിൽ നിന്ന് ഒഴിവായിട്ടുള്ള ആരും തന്നെ ഇല്ല. നീ അറിയണം, അന്ന ലാഹിറൽ കിതാബി, വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ഷരീഫിന്റെ ലാഹിർ, അത് അത് അറിയിച്ചിരിക്കുന്നു അലാഹാദ, ഇതിന്മേൽ. ഇത് കാലത്ത് ആല പടച്ചമ്പുരാൻ പറഞ്ഞ അവസരത്തിൽ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ തൗബ ചെയ്യുന്ന അള്ളാഹുവിലേക്ക് ജമീഅൻ, എല്ലാവരും എന്നർത്ഥം. അയ്യുഹൽ മുഅ്മിനൂന, മുഅ്മിനുകളെ, മുഴുവൻ പേരും തൗബ ചെയ്യും. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അപ്പൊ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അമ്മൽ ഖിതാബ, സംബോധനയെ അള്ളാഹു തആല പൊതുവാക്കി. വനവ്വറൽ ബസീറത്ത, ഉൾക്കാഴ്ചയ്ക്ക് അള്ളാഹു തആല പ്രകാശം നൽകി. ഐദൻ യുർഷിദു ഇലൈഹി, അള്ളാഹു അതിലേക്ക് സന്മാർഗം കാണിച്ച നിലയിൽ, ആ തോബയുടെ വഴിയിലേക്ക് സന്മാർഗം കാണിച്ച നിലയിൽ. ഇത് കാരണം മഅന തൗബത്തി, തൗബയുടെ മഅന, തൗബ എന്ന് പറഞ്ഞാൽ അർറുജൂഉ അനി തരീഖിൽ മുബ്ഇദി അനില്ലാഹി, അള്ളാഹുവിനെ തൊട്ട് അകറ്റി കളയുന്ന വഴിയും വിട്ടെല്ലാം മടങ്ങലാണ്. അൽ മുഖർരിബി ഇല ശൈത്താനി, പിശാചിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിനെയും വിട്ട് അകറ്റുന്ന, പിശാചിലേക്ക് അടുപ്പിക്കുന്ന വഴിയെ വിട്ട് മനുഷ്യൻ മടങ്ങുക, അതിനാ തോബ എന്ന് പറയുന്നത്. വലായി തസവ്വറു ദാലിക, ഇതിനെ സങ്കല്പിക്കപ്പെടുകയില്ല, ഇല്ലാമിൻ ആക്കിലിൻ, ബുദ്ധിമാനിൽ നിന്നല്ലാതെ രൂപപ്പെടുത്തപ്പെടുകയില്ല. അതിന്റെ തസവ്വുർ, അതിന്റെ സങ്കല്പം ബുദ്ധിമാനിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ബുദ്ധിമാൻ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ബുദ്ധി ഇല്ലാത്ത ആൾക്ക് തോബ ചെയ്യാൻ കഴിയില്ല. വലാ തക്മലു ഗരീസത്തുൽ ആക്കിലി, ബുദ്ധിയുടെ പ്രകൃതി അത് പൂർണ്ണമാകത്തില്ല. ഇല്ലാ ബാദ കമാലി ഗരീസത്തി ഷഹ്വത്തി, ഷഹ്വത്തിന്റെ പ്രകൃതി ആദ്യം പൂർത്തിയാകും, അതിന് ശേഷമല്ലാതെ. ആദ്യം ശരീരച്ഛയുടെ ആ ഒരു പ്രകൃതി മനുഷ്യനിൽ പൂർത്തിയാകും. വൽ ഗളബി, കോപത്തിന്റെയും, വസായിരി സിഫാത്തുൽ മദ്മൂമ, നികൃഷ്ടമായ എല്ലാ ഗുണങ്ങളുടെയും ആ പ്രകൃതി പൂർത്തിയാകും. അല്ലത്തി ഹിയ വസായിരു ശൈത്താൻ, ഇതെല്ലാം പിശാചിന്റെ വഴികളാണ്. ഇലാ ഇഗ്വാഇൽ ഇൻസാൻ, മനുഷ്യനെ പിഴപ്പിക്കുന്നതിലേക്കുള്ള ശൈത്താന്റെ വഴികളാണ്. അതെല്ലാം പൂർത്തിയായതിനു ശേഷമേ ബുദ്ധിയുടെ പ്രകൃതി പൂർത്തിയാവുകയുള്ളൂ. ഇത് കാരണം കമാലുൽ ആക്കിലി, ബുദ്ധിയുടെ പൂർണ്ണത, ഇന്നമായക്കൂൻ, അത് ഉണ്ടാകുന്നത് അതിന്റെ മുഖാറബത്തിൽ അർബഈന, 40 അടുക്കുന്ന അവസരത്തിലാണ്. പ്രായം 40 അടുക്കുമ്പോഴാണ് ബുദ്ധിയുടെ പൂർണ്ണത ഉണ്ടാകുന്നത്. വാസുരു, ബുദ്ധിയുടെ അടിസ്ഥാന അസില് ഇന്നമായെത്തിയും, അത് പൂർത്തിയാവുന്ന എന്താ മുറാഹക്കത്തിൽ ബുലൂഗി, പ്രായപൂർത്തിയോട് അടുക്കുന്ന അവസരത്തിലാണ്. പ്രായപൂർത്തിയോട് അടുക്കുമ്പോൾ ബുദ്ധിയുടെ അസില് അത് പൂർത്തിയാവും. അത് ബുദ്ധി കാമിലാകണമെങ്കിൽ 40 അടുക്കണം. അപ്പൊ മബാദി, ബുദ്ധിയുടെ പ്രാരംഭം, തൽഹർ, അത് പ്രകടമാകും ബാദ സബഅ സിനീന, 7 വയസ്സിന് ശേഷം. 7 വയസ്സോടുകൂടെ ബുദ്ധി ഇങ്ങനെ പ്രാരംഭം തുടങ്ങും. അതിനുമുമ്പെല്ലാം കളിയും ചിരിയും ഒക്കെ ആയിരിക്കും. വശഹവാത്തു, ഇച്ഛകൾ, ജുനൂദു ശൈത്താനി, പിശാചിന്റെ സൈന്യങ്ങളാണ്. വൽ ഉഖൂലു, ബുദ്ധികൾ, ജുനൂദുൽ മലായികത്തി, മലക്കുകളുടെ സൈന്യങ്ങളാണ്. ഫൈദ ജിത്തമഅ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഖാമൽ ഖിത്താലു ബൈനഹുമ,
അവരുടെ ഇടയിൽ ഖിത്താൽ ഉണ്ടായത് തന്നെ ബില്ലറൂറ ഉണ്ടാകും. ഷഹവത്തും അക്കലും കൂടെ വന്നു കഴിഞ്ഞാൽ പരസ്പരം തമ്മിലടി ഉണ്ടാകും. ഇത് കാരണം ലാ യസ്ബുത്തു അഹദുഹുമാ ലിൽ ആഖിരി, രണ്ടിൽപ്പെട്ട ഒന്ന് മറ്റതിന് സ്ഥിരപ്പെടുകയില്ല. കാരണം ലന്നഹുമാ ലിദ്ദാനി, രണ്ടും ലിദ്ദാണ്. ഷഹവത്തും അക്കലും തമ്മിൽ യാതൊരുവിധ യോജിപ്പുമില്ല, പരസ്പരം വിരുദ്ധമാണ്. അപ്പൊ ഫത്തതാറുദു ബൈനഹുമ, ഈ ഇത് രണ്ടിന്റെയും ഇടയിൽ ഈ ബുദ്ധിയുടെയും അതുപോലെ തന്നെ ഷഹവത്തിന്റെയും ഇടയിലുള്ള വൈരുദ്ധ്യം കത്തതാറുദി ബൈനൽ ലൈലി വന്നഹാരി, രാപകലിന്റെ ഇടയിലുള്ള വൈരുദ്ധ്യം പോലെയാ. വന്നൂരി വൽദുൽമത്തി, പ്രകാശത്തിന്റെയും ഇരുളിന്റെയും ഇടയിലുള്ള വൈരുദ്ധ്യം പോലെയാ. പരസ്പരം യോജിക്കുകയില്ല. രാത്രിയും പകലും യോജിക്കുവോ? ഇരുളും വെളിച്ചവും യോജിക്കുവോ? ഇല്ല. മഹ്മാ ഗലബ അഹദുഹുമ, രണ്ടിൽപ്പെട്ട ഒന്ന് ഗാലിബായാൽ അസ്അജൽ ആഖറ, മറ്റതിനെ അത് അടിച്ചൊതുക്കും. രണ്ടിൽപ്പെട്ട ഒന്ന് ഗാലിബായി കഴിഞ്ഞാൽ മറ്റതിനെ ആട്ടി അകറ്റും അല്ലെങ്കിൽ അടിച്ചൊതുക്കും എന്നൊക്കെ അർത്ഥം പറയാം. ബില്ലറൂറ അങ്ങനെ തന്നെയാണ്. ഷഹവത്താണ് ഗാലിബാകുന്നതെങ്കിൽ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ബുദ്ധിയാണ് ഗാലിബാകുന്നതെങ്കിൽ ഷഹവത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. വൈദാക്കാനത്തി ഷഹവാത്തു, അപ്പോ ഷഹവത്തുകൾ തക്മുൽ, അത് പൂർത്തിയാകുന്നതായാൽ ഫിസ്സബ, കുട്ടിപ്രായത്തിൽ, ഷബാബി യുവത്വത്തിലും, ബാല്യപ്രായത്തിലും യുവത്വത്തിലും ഒരാൾക്ക് ഷഹവത്തുകൾ പൂർത്തിയായാൽ, കബില കമാലിൽ ആക്കിലി, ബുദ്ധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത് പൂർത്തിയായാൽ, അപ്പൊ ഫഖദ് സബഖ ജുന്ദു ശൈത്താൻ, പിശാചിന്റെ സൈന്യം അവിടെ മുന്നേറി എന്ന് മനസ്സിലാക്കണം. വസ്തൗല, അവൻ അധികാരം സ്ഥാപിച്ചു, അലൽ മക്കാനി, മക്കാന്റെ മേൽ, മനുഷ്യന്റെ ആ സ്ഥാനത്ത് അവൻ അധികാരം സ്ഥാപിച്ചു. കൽബി, കൽബിന് ഉണ്ടാവുകയും ചെയ്തു, ബിഹി, ആ പിശാചി കാരണമായി, ഉൻസുൻ വ ഇൽഫുൻ, ഒരു നേരം പോക്കും ഒരു ഇണങ്ങലും ഒക്കെ ഉണ്ടായി. ലാ മഹാലത്ത, നിസ്സംശയം അത് മുഖ്തലിയാത്തി ഷഹവാത്തി, ഇത് ഷഹവാത്തിന്റെ തേട്ടങ്ങളിൽപ്പെട്ടതാണ്. ഇത് രണ്ടും ഷഹവാത്തിന്റെ തേട്ടങ്ങളിൽപ്പെട്ട, മിൻ മുഖ്തലിയാത്തി ഷഹവാത്തി, ഹിയ അല്ലെങ്കിൽ ഹുമ എന്നുള്ളത് കളയപ്പെട്ടിരിക്കുക. ഷഹവാത്തിന്റെ തേട്ടങ്ങളിൽപ്പെട്ടതാണ് ഇത്. അതുണ്ടാകും. ബിൽ ആദത്ത്, സാധാരണ നിലയിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ ജുന്ദു ശൈത്താൻ മുന്നേറും, ഈ ഇൽഫും ഉൻസും ഒക്കെ ഉണ്ടാകും. ഗലബ നാലിക്കാൽ, അവന്റെ മേൽ അത് ഗാലിബാകും. വയാസുറാലി, അവന്റെ മേൽ ബുദ്ധിമുട്ടാകും. അന്നുസൂഖു അന്നു, അതിനെ തൊട്ട് ഊരിപ്പോകൽ അവർക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ ഇരിക്കെ സുമ്മ യലൂഹുൽ അഖ്ലു, ബുദ്ധി തെളിഞ്ഞു വരും. അല്ലദി ഹുവ ഹിസ്ബുല്ലാഹി, അത് അള്ളാഹുവിന്റെ സൈന്യമാണല്ലോ ബുദ്ധി, അത് തെളിഞ്ഞു വരും. അപ്പൊ ജുന്ദുഹു, അത് തന്നെ ഹിസ്ബ് എന്ന് പറഞ്ഞ പാർട്ടി, ജുന്ദു എന്ന് പറഞ്ഞ സൈന്യം. വമുൻഖിദു ഔലിയാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കളെ രക്ഷപ്പെടുത്തുന്നതുമാണ് ഈ ബുദ്ധി. മിൻ ഐദി അഅദാഇഹി, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും ഷൈഅൻ ഫശൈഅ, കുറേശ്ശെ കുറേശ്ശെയായ നിലയിൽ, അല തദ്രീജി, തദ്രീജ് എന്ന കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യനെ അള്ളാഹു താല ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെടുത്തുന്ന പിന്നെ അള്ളാഹുവിന്റെ സൈന്യമാണ് ബുദ്ധി. അപ്പൊ ആ ബുദ്ധി കയറി വന്നാൽ അവൻ രക്ഷപ്പെടും. ഇനി ഫൈലം യക്വി, ആ ബുദ്ധി ശക്തി പ്രാപിച്ചില്ല, ഫലം യക്വൽ, പൂർത്തിയായതുമില്ല എങ്കിൽ സലമത്ത് മംലുക്കത്തുൽ കൽബി, കൽബിന്റെ അധികാരം അത് കീഴടങ്ങും. ലിശൈത്താനി, പിശാചിന് കീഴടങ്ങും. അഞ്ചസൽ ലഈനു, ലഈൻ നടപ്പിലാക്കും മൗഉദു, അവന്റെ വാഗ്ദാനത്തെ. ഹൈസു കാലാം, പറഞ്ഞ അവസരത്തിൽ, ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ, ഇതവൻ അള്ളാഹുനോട് പറഞ്ഞ വാഗ്ദാനം. ലഅഹ്തനികന്ന ദുർരിയതഹു, ആദമിന്റെ സന്താനങ്ങളെ ഞാൻ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഖലീല, കുറഞ്ഞ ആൾക്കാരല്ലാതെ, കുറഞ്ഞ ആൾക്കാരെ ഒഴികെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കും. ഞാൻ അവരെല്ലാം എന്റെ കീഴിൽ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിനോട് അവൻ സത്യം ചെയ്തതാണ്. അപ്പൊ ബുദ്ധി കവിയായില്ലെങ്കിൽ അങ്ങനെ ആ വഴിക്ക് അവൻ പോകും. മനുഷ്യന്റെ കൽബിന്റെ അധികാരം പിശാച് കീഴടക്കും. പൈൻ കമുലൽ ആക്കുലു, ഈ ബുദ്ധി പൂർത്തിയായി, കവിയ ശക്തി പ്രാപിച്ചു. എന്നാൽ കാന അവലു ശുഗലിഹി, അതിന്റെ ആദ്യത്തെ പ്രവർത്തനമാകും ജുനൂദി ഷൈത്താൻ, പിശാചിന്റെ ഷൈത്താനിന്റെ സൈന്യങ്ങളെ അടിച്ചൊതുക്കലാവും, കീഴടക്കലാവും ആദ്യത്തെ പണി. അതെങ്ങനെയാ ഒതുക്കുന്ന ബികസിരി ഷഹവാത്തി, ഇച്ഛകളെ മുറിച്ചു കളയൽ കൊണ്ട്, പൊട്ടിച്ചു കളയൽ കൊണ്ട്, മുഫാറക്കത്തിൽ ആദാത്തി, പതിവുകളെ അവിടെ എതിര് ചെയ്യൽ കൊണ്ട്, മനുഷ്യന്റെ പതിവുകൾ, അവനിൽ ഉണ്ടാകുന്ന ശരീരച്ച, അതിനെല്ലാം അടിച്ചൊതുക്കി അതിനെതിര് ചെയ്യൽ കൊണ്ട്, റദ്ദ് തബ, പ്രകൃതിയെ റദ്ദ് ചെയ്യൽ കൊണ്ട്, അതിന്റെ നേരെ എതിര് ചെയ്യുക.
അലാ സബീലിൽ ഖഹരി, ഖഹറിന്റെ വഴിയുടെ മേൽ, അതായത് മയമായിട്ടല്ല, കീഴടക്കിക്കൊണ്ട്. എന്തിലേക്കാണ് അതിനെ കടന്നു പോകുന്നില്ല? ഇബാദത്തുകളിലേക്ക് ഉള്ള ഖഹറിന്റെ വഴിയിൽ, ഇബാദത്തിലേക്ക് തബഅനെ അടിച്ചൊതുക്കി എത്തിക്കുക, ആ വഴിയിലേക്ക് പോകും. വലാ മഅനാലി തൗബത്തി, തൗബയ്ക്ക് ഒരു മാനയില്ല, ഇല്ലാ ഹാദാ, ഇതല്ലാതെ. ഈ ഒരവസ്ഥ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ തൗബയാകുന്നത്. ഇതാണ് തൗബ. തൗബ അത് അർറുജൂഉ അൻ തരീഖിൻ, ഒരു വഴിയെ തൊട്ട് മടങ്ങലാണ്. എങ്ങനത്തെ വഴി? ദലീലുഹു ഷഹവത്തു, അതിൻ്റെ ദലീല്, തെളിവ് ഷഹവത്താണ്. ആ വഴിയുടെ തെളിച്ചം. ബഖഫീറുഹു, അതിൻ്റെ വഴികാട്ടി, ആ വഴിയുടെ കാവൽക്കാരൻ, സൂക്ഷിപ്പുകാരൻ, അശ്ശൈത്താന്, പിശാചാണ്. അങ്ങനത്തെ വഴിയെ തൊട്ട് മടങ്ങുക, അതാണ് തൗബ. ഇലാ തരീഖില്ല, അള്ളാഹുവിന്റെ വഴിയിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ വഴിയിലേക്ക് മടങ്ങുക. ഇതാണ് തൗബ എന്ന് പറയുന്നത്. അപ്പൊ ആ വഴിയിലേക്ക് വരണം. മനുഷ്യന്റെ ബുദ്ധി ശക്തി പ്രാപിക്കണം. ആ മനുഷ്യന്റെ ബുദ്ധി ശക്തി പ്രാപിച്ച് മനുഷ്യന്റെ ശരീരത്തെ കീഴടക്കണം. അപ്പോഴാണ് തൗബ പൂർത്തിയാവുന്നത്. വലൈസഫിൽ വുജൂദി ആദമിയുൻ, വുജൂദിൽ ഒരു മനുഷ്യനുമില്ല. വലൈസഫിൽ വുജൂദി, വുജൂദിലില്ല, മനുഷ്യൻ, ഒരു മനുഷ്യനുമില്ല. ഇല്ലാ വശഹവത്തുഹു, അവന്റെ ഷഹവത്ത് സാബിഖത്തുൻ, മുൻകടന്നിട്ടല്ലാതെ, അലാക്കിൽ, അവന്റെ ബുദ്ധിയേക്കാൾ ഷഹവത്ത് മുൻകടന്നിട്ടല്ലാതെ. എല്ലാ മനുഷ്യനും ഷഹവത്ത് മുൻകടക്കും. വഗരീസത്തുഹു, അവന്റെ പ്രകൃതി, അല്ലെങ്കിൽ എങ്ങനത്തെ പ്രകൃതി? ഹിയാത് ഉദ്ദത്തു ശൈത്താനി, പിശാചിന്റെ ഉപകരണമാണ് അവന്റെ ആ പ്രകൃതി. ആ പ്രകൃതി മുത്തഖദ്ദിമത്തുൻ, അത് മുൻകടന്നിട്ടല്ലാതെ, അലാ ഗരീസത്തിഹി, അവന്റെ പ്രകൃതിയേക്കാൾ, അലത്തിഹിയ ഉദ്ദത്തുൽ മലായികത്തി, മലക്കുകളുടെ ഉപകരണമായ അവന്റെ ഒരു പ്രകൃതിയുണ്ട്, അതിനേക്കാൾ മുൻകടക്കും പിശാചിന്റെ ഉപകരണമായ പ്രകൃതി. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ഫക്കാന റുജൂഉ, മടങ്ങലായി, അമ്മാ സബഖ ഇലൈഹി അലാ മുസാഹദത്തി ശഹവാത്തി ളറൂരിയ്യൻ. ഫക്കാന റുജൂഉ, അപ്പൊ മടങ്ങലായി, അമ്മ, ഒന്നിനെ തൊട്ട്, സബഖ ഇലൈഹി, അതിലേക്ക് അവൻ മുന്നിട്ടു, അലാ മുസാഹദത്തി ശഹവാത്തി, ഷഹവത്തുകളുടെ സഹായത്തിന്മേൽ, അവൻ എന്തിലേക്ക് മുന്നിട്ടുവോ അതിനെ തൊട്ട് മടങ്ങലായി, ളറൂരിയൻ, നിർബന്ധമായി, ഫി ഹഖി കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യരുടെയും ഹക്കില്, നബിയൻ കാനാവു ഗബിയൻ, ഏറ്റവും ഉയർന്ന ആളാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരനായ ആളാണെങ്കിലും കൊള്ളാമെന്നായി പറഞ്ഞതിനർത്ഥം. നബിയൻ, നബിയാവട്ടെ, കാന, അയാള്, ഔ ഗബിയൻ, അല്ലെങ്കിൽ അയാള് ഗബിയാവട്ടെ. ഗബി എന്ന് പറഞ്ഞാൽ നിസാരൻ, മണ്ടൻ. എല്ലാവർക്കും ഇത് നിർബന്ധമാണ്, പിശാചിന്റെ അവസ്ഥയിൽ നിന്നും വിട്ടുമാറുക എന്നുള്ളത്. അള്ളാഹു തആല നബിമാരെ അവന്റെ ഇസ്മത്ത് കൊണ്ട് സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എളുപ്പമാണ് പിശാചിനോട് ശത്രുത പുലർത്തി ഒഴിവാകുക എന്നുള്ളത്. ഗബീൻ അത് അത്ര എളുപ്പമല്ല. ഫലാ തളുന്നന്ന, അപ്പൊ നീ വിചാരിച്ചു പോകരുത്, അന്ന ഹാദിഹി ലറൂറത്ത, ഈ നിർബന്ധിതാവസ്ഥ, ഇഖ്തസത്ത് ബി ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിനെ കൊണ്ട് ഖാസാണ്, തൗബ അദ്ദേഹത്തിന് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ആദം അലൈഹി ഇസ്ലാമിനും എല്ലാവർക്കും, കാരണം ആദം അലൈഹി ഇസ്ലാം ആണല്ലോ ഈ ഭൂമിയിലേക്ക് പഴം കഴിച്ചതിന്റെ പേരിൽ വന്നതും വല്ലാത്ത തൗബ ചെയ്തതും. അദ്ദേഹത്തിന് മാത്രമാണെന്ന് വിചാരിക്കണ്ട. വഖദ് ഖീല, പറയപ്പെട്ടിരിക്കുന്നു, ഫലാ തഹ്സബന്ന ഹിന്ദൻ ലഹൽ ഖദ്റു വഹദഹ സജിയത നഫ്സിൻ കുല്ലു ഗാനിയത്തിൻ ഹിന്ദു. ഫലാ തഹ്സബന്ന, നീ വിചാരിക്കരുത്, ഹിന്ദിനെ, ലഹ, അവൾക്കുണ്ടെന്ന്, അൽ ഖദ്റു, കൗശലം, തന്ത്രം, വഹദഹ, അവൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. മനുഷ്യനെ പിഴപ്പിക്കുന്ന തന്ത്രം ഹിന്ദിന് മാത്രമാണെന്ന് നീ വിചാരിക്കരുത്. സജിയത്ത് നഫ്സിൻ, അവളുടെ നഫ്സിന്റെ പ്രകൃതിയായ നിലയിൽ ഹിന്ദിന് മാത്രമാണെന്ന് വിചാരിക്കണ്ട. കുല്ലു ഗാനിയത്തിൻ, എല്ലാ ഗാനിയത്തും ഹിന്ദാണ്. ഗാനിയത്ത് എന്ന് പറഞ്ഞാൽ നൃത്തമാടുന്ന പെണ്ണുങ്ങൾ. എല്ലാ നർത്തകിമാരും ഹിന്ദു തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞ കൗശലവുമെല്ലാം. ഒരു കവിതയാണ്. ആ കവിത എടുത്തിട്ട് പറഞ്ഞതാണത്, മനുഷ്യർക്ക് എല്ലാം ഉണ്ട് ഷഹവാത്തിന് അടിമപ്പെടുക എന്നുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയുമാണ്.
എന്നല്ല ഹുവാത് ഹുക്കുമുൻ നസലിയായ അള്ളാഹുവിന്റെ ഹുക്കുമാണ്. മനുഷ്യൻ അങ്ങനെ അള്ളാഹ് പഠിച്ചിരിക്കുന്നത്. മക്തൂബുൻ അലാ ജിൻസിൽ ഇൻസി, മനുഷ്യവർഗത്തിന്റെ മേൽ എഴുതപ്പെട്ടതാണത്. ലാ യുംകിനു ഫർദു ഖിലാഫിഹി, അതിനോട് എതിര് ചെയ്യാന്നുള്ള സങ്കല്പമേ മുംകിനല്ല. മാലം തതബദ്ദലി സുന്നത്തുൽ ഇലാഹിയത്തു, ഇലാഹിയായ നടപടിക്രമം വ്യത്യാസപ്പെടാതിരിക്കുവോളം. പക്ഷേ അല്ലത്തി എങ്ങനത്തെ നടപടിക്രമമാണ് ലാ മത്മഅ ഫീ തബ്ദീലിഹ, അത് വ്യത്യാസപ്പെടുന്നതിൽ ഒരു പ്രതീക്ഷയില്ല. അള്ളാഹുവിന്റെ നടപടിക്രമം വലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ അത് ഉള്ളതാണ്. അതിന് അന്നേരത്ത് കുല്ലുമൻ, എല്ലാ ഓരോരുത്തരും, ബലഗ കാഫിറൻ, കാഫിറായി പ്രായപൂർത്തിയായ ഓരോരുത്തരും, ജാഹിലായ നിലയിൽ ഫഅലൈഹി തൗബത്തു, അയാൾക്ക് തൗബ നിർബന്ധമാണ്. മിൻ ജഹിലിഹി വ കുഫ്രിഹി, അയാളുടെ ജഹിലിൽ നിന്നും അയാളുടെ കുഫറിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഫൈദ ബലഗ, ഒരാൾ പ്രായപൂർത്തിയായത് മുസ്ലിമായിട്ടാണെങ്കിലോ, തബഅന്റെ അബവി, മാതാപിതാക്കളുടെ താബിയായിട്ട്, മാതാപിതാക്കൾ മുസ്ലിമായി, ജനിച്ചു വന്ന ഇവനും മുസ്ലിമായി. ഗാഫിലൻ ഹഖീഖത്തി ഇസ്ലാമിഹി, അവന്റെ ഇസ്ലാമിന്റെ ഹഖീഖത്തിനെ തൊട്ട് ഗാഫില എന്ന നിലയിൽ അവൻ ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞുകൂടാ, മാതാപിതാക്കളിലൂടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഫഅലൈഹി, അയാളുടെ മേൽ നിർബന്ധമാണ് തൗബത്തു, തൗബ ചെയ്യൽ, മിൻ ഗഫലത്തിഹി, അയാളുടെ അശ്രദ്ധയെ തൊട്ടു, ബി തഫഹുമി മാനൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മാനയെ മനസ്സിലാക്കൽ കൊണ്ട്, മനസ്സിലാക്കി അതിലേക്ക് മുന്നേറുക, അതാ അവന്റെ തൗബ. കാരണം പിതാവ് മുസ്ലിമാന്ന് വെച്ചിട്ട് മാതാവ് മുസ്ലിമാന്ന് വെച്ചിട്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഫൈന്നഹു ലാ യുഗ്നി അൻഹു, ഇവനെ തൊട്ട് ഖനിയാക്കുകയില്ല ഇസ്ലാമു അബവൈഹി, അവന്റെ മാതാപിതാക്കളുടെ ഇസ്ലാം അവനെ ഖനിയാക്കത്തില്ല ഷൈഅൻ, ഒട്ടും തന്നെ. മാലം യുസ്ലിം ബി നഫ്സിഹി, സ്വയം അവൻ മുസ്ലിം ആകാതിരിക്കുവോളം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നിർത്തുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാം അള്ളാഹു തൗബയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇമാം ഗസ്സാലിയുടെ ഗ്രന്ഥം വളരെ ഗഹനമാണ്. മനസ്സിലാക്കാനുള്ള ഖുവ്വത്ത്, മനഃശക്തി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.